മറ്റുള്ളവരുടെ കീഴിൽ പണിയെടുക്കാതെ സ്വന്തമായിട്ട് വിജയിക്കണം എന്ന് ഓർത്താണ് ഇല്ലാത്ത കാശ് ലോൺ എടുത്തിട്ട് ഞാൻ ഒരു ബിസിനസ് പ്ലാൻ ഇട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ ബിസിനസ് ഇട്ടാലേ പൂട്ടിയിട്ട് നാളെ ബാങ്കുകാർ ചെണ്ടക്കാരായിട്ടൊക്കെ വന്ന് വീട് ജപ്തിയെന്ന് പറഞ്ഞേക്കണേ. അതിന് ആകെ ഒരു വഴിയുള്ളൂ, എൻ്റെ സൂട്ടുകൊണ്ട് വിറ്റിട്ട് ആ കാശ് വെച്ച് ലോൺ അടയ്ക്കാം. നീ ഉറങ്ങാണോ? ഞാൻ നീ ഇങ്ങനെ പറയണൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കായിരുന്നു. എന്നാ ഞാൻ എന്താ പറഞ്ഞേ? എന്ത് ചെണ്ടമേളം? എവിടെ ചെണ്ടമേളം? എൻ്റെ ഒരു സജഷൻ ഞാൻ പറയുകയാണെങ്കിൽ ചെണ്ടമേളം വെക്കാൻ നേരത്തെ ഇപ്പോൾ ഡാൻസ് കളിക്കണ ഈ ഗോറിലേനെ കിട്ടും, അതിന് വെച്ച കളറാവും. ജപ്തിയോ? സനോജേ, ഇതിന് എന്താ പറ്റിയേ? എന്താടാ പറ്റിയ നിനക്ക്? കുട്ടപ്പ എന്താ പറ്റിയവന്? വെയിലായാലും വീട്ടിലിരുന്നതാ. എന്നിട്ട് എന്ത് പറ്റി? വീട്ടിലിരുന്നപ്പോ പാമ്പ് കൊത്തി, 8 അടി മൂർഖൻ. പുറത്തിറങ്ങി വെയിലടിച്ച് ചാവും, വീട്ടിലിരുന്ന പാമ്പ് കൊത്തിച്ചാവും. എന്താലേ? എന്നിട്ട് നീ എന്ത് ചെയ്തേ? 8 അടി മൂർഖനല്ലേ കടിച്ചേ? അതിന് ഒരു സ്മാർട്ട് വാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിന്? എത്ര അടി നടന്നു എന്നറിയാൻ. എന്നിട്ട് എത്ര അടി നടന്നു? 2 അടി നടന്നു. അപ്പൊ ബാലൻസ് 6 അടി. ഓട്ടോറിക്ഷ കൊണ്ടുപോയാൽ മതി, സേഫാ. ഞാൻ ആ വീടിൻ്റെ അകത്ത് കപ്പങ്ങയൊക്കെ നടുവെച്ചിട്ടുണ്ടല്ലോ. നമസ്തേ. നമസ്തേ. മനോജിന്റെ മനയിലേക്ക് സ്വാഗതം. പുള്ളിയുടെ ഡ്രസ്സ് നോക്കിക്കേ. നിനക്ക് ചൂടെടുക്കൂലാണ് ഇതിട്ട. എന്ത് പറയാനാ, നമ്മളൊക്കെ വില്ലന്മാരായി പോയില്ലേ. ആളുകൾ വരാൻ നേരത്ത് തോർത്തെടുത്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റുമല്ലോ. നിനക്ക് വേണ്ടി ഞാൻ പൊറോട്ടയും സാമ്പാറും കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നാ സാമ്പാറാ? ആ സാമ്പാറിക്ക് സാമ്പാർ. ഇന്നാ പട്ടിണി കിടന്ന് ചാവുണ്ടല്ലോ. ചേട്ടന്റെ ബർത്ത്ഡേ കാരണം ഉണ്ടാക്കിയതാ. കടലക്കറി ഉണ്ടാക്കാറുന്നില്ലേ? മിണ്ടാതിരി, അതും പോവും. എന്തായാലും കിട്ടിയത് കിട്ടി, നന്ദി. നമസ്തേ. പോയാ? പോയിട്ടില്ല. പൊറോട്ട സാമ്പാറിന് ഇത്രയൊക്കെ നന്ദി മതി. നാറികള്. താനോസേ, നിന്റെ കയ്യിലിടുന്ന സാധനം എന്തേ? അത് ഞാൻ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ചേക്കാം. ഫ്രിഡ്ജിന്റെ അകത്താ? ഫ്രിഡ്ജിന്റെ അകത്ത് നിന്ന് എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല തണുപ്പാ.